പ്രതീക്ഷകളെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. ഓരോ അപകടമുണ്ടാകുമ്പോഴും ആ വാർത്ത കാണുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടാകാറുണ്ട്. അടുത്ത ഒരു അപകടം ഒഴിവാക്കാൻ ഉള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. KSEBയുടെ ഗുരുതര അനാസ്ഥയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തിരുവനന്തപുരം പനയമുട്ടം സ്വദേശി അക്ഷയാണ് ഷോക്കേറ്റ് മരിച്ചത്. റോഡിൽ വീണുകിടന്ന വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു അക്ഷയ്ക്ക്. കാറ്ററിംഗിന് പോയതാണ്. തിരിച്ച് സ്കൂട്ടറിൽ വരുമ്പോഴാണ് ഈ അപകടം അക്ഷയെ കാത്തിരുന്നത്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും KSEB നടപടിയെടുത്തില്ല എന്ന് പനയമുട്ടം വാർഡ് മെമ്പർ PM സുനിൽ പറഞ്ഞു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. അക്ഷയുടെ മരണം ഉപജീവനത്തിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ആ വഴിയിൽ കാത്തിരുന്നതാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമായിരുന്നില്ലേ? അവിടെ വൈദ്യുത ലൈനുകൾ അപകടാവസ്ഥയിലായത് അധികൃതർ അറിഞ്ഞിരുന്നതല്ലേ റഹീസ്? അതാണ് KSEBയുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ എന്ന് പറയാം സുജയ. കാരണം റോഡിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ബൈക്കാണ് അക്ഷയ് അപകടത്തിൽപ്പെട്ടത്. അവർ 3 കൂട്ടുകാരുണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എന്താണ് ചേട്ടാ സംഭവിച്ചത്? രാത്രി 12 മണി നമ്മൾ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 12 മണി 12 അതിൽ കൂടുതലാവില്ല. അപ്പോൾ ഒരു 3 പേരായി ബൈക്കിൽ കയറി അവർ കളിയും ചിരിയായി കയറി വരുന്നുണ്ട്. അവർ കയറി എൻ്റെ വീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു 2 സെക്കൻഡ് ആവും. 2 സെക്കൻഡിനകത്ത് ഒരു ഭയങ്കരമായൊരു ശബ്ദവും കേട്ട് 2 വിളിയും കേട്ട്. ഭയങ്കരമായൊരു ശബ്ദവും കേട്ട് 2 വിളിയും കേട്ട്. അപ്പോൾ വീട്ടിടയിലേക്ക് ക്യാബിയിലെ പോസ്റ്റ് ഭയങ്കര കുലുക്കം. അപ്പോൾ ഞാൻ ഇവൻ്റെ പറഞ്ഞിടേ ഇപ്പം പോയ പയ്യന്മാർ ഒന്നിയാ വളവിൽ വെച്ച് വണ്ടി ഇടിച്ചിക്കൊണ്ട് ഏതെങ്കിലും വണ്ടി ഇടിച്ചിക്കൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ വല്ലവന്മാർ ഇടിച്ചിക്കൊണ്ട് പോസ്റ്റിൽ വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ പുള്ളിക്കാരനും വേറെ ഒരുത്തനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് അവൻ ബാക്കിൽ നിന്ന് ഓടി നമ്മൾ രണ്ടും കൂടെ ബൈക്കിലൂടെ വന്നു. നമ്മൾ ഏകദേശം ബൈക്ക് കൊണ്ടുവന്നില്ല, അവിടെ നിർത്തി. രണ്ടുപേരും ഇങ്ങനെ അവന്മാർ യഥാർത്ഥം പറഞ്ഞ ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. അവന്മാരെ എറുത്തടിച്ച് നിൽക്കുകയാണ്. നമ്മൾ എന്ത് പറ്റിയുടെ ഒന്നും മിണ്ടല്ല അവന്മാർ. നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഈ കറണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തി കിടക്കണം. യവനെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. വണ്ടി മൊത്തം കറണ്ടാണ്. ആള് സ്റ്റഡിയായി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഉടുത്തിരുന്ന ഇവൻ്റെ ഉടുപ്പിനെ ഊരി ഇവൻ്റെ കയ്യിൽ ഇട്ട് ഉരുക്കിട്ട് നോക്കി. ഉടുത്തിരുന്ന മുണ്ടിനെ ഉരിഞ്ഞ് കാലി കിട്ടാണ് വലിച്ചിക്കും. ഒരു രക്ഷയില്ല. കാലിയിട്ട് മുണ്ടിനെ ഉരിഞ്ഞ് കാലി കെട്ടിയിങ്ങനെ വലിച്ച് ഇറക്കിയവൻ അങ്ങ് മേലെ നമ്മൾ കിട്ടത്. എന്നിട്ട് ഇവിടെ ഈ നാട്ടുകാരെ കംപ്ലീറ്റും വിളിച്ചു. ഇവിടെ പോയി കിടന്ന് മൊത്തം വിളിച്ചിക്കും. ആരും എണീക്കില്ല. ലാസ്റ്റ് ആഷ്മാക്കായും ഷിയാ മുസ്ലിയാരും ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രം എണീച്ച് വന്നു. പിന്നെ കലാമിനെ വിളിച്ച് കലാമിൻ്റെ വണ്ടിയിൽ കയറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടു. അപ്പോഴേ ഇവിടെ നിന്ന് പോയപ്പോഴേ പുള്ളിക്കാരൻ മരണപ്പെട്ടു. അന്നേരം പരമാവധി ചെയ്ത് കാലൊക്കെ തടവി ബാക്കി എല്ലാം ചെയ്ത് ഇത് ഓഫ് ചെയ്തിട്ടാണോ അക്ഷയ ഓഫ് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എങ്ങനെ എടുത്തു? നമ്മളെ വലിച്ചൂരി എടുത്ത് കൈലിയും ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങളെ ഉടുപ്പുകൾ ഊരി കൈലി ഊരി വലിച്ചെടുത്ത് അവിടെ കിടത്തിയിരുന്നേക്ക് അവനെ നല്ലോണം നോക്കി. ഒരു രക്ഷയില്ല. കൈയൊക്കെ തണുത്തു പോയി. കൈയും കാലൊക്കെ നല്ലോണം തടയുക. മറ്റു 2 പേര് കുഴപ്പമില്ലായിരുന്നു. ഇല്ല, രണ്ടാമത്തെ ആൾ ഇത്തിരി ചെറിയ ഇതുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് കിടന്നപ്പോഴേ പിടിച്ച് അവനെ മാറ്റിയിട്ടാണ് മറ്റേ ആളിനെ എടുത്തത്. അല്ല, ഒരാൾക്ക് കുഴപ്പമില്ല, രണ്ടാമത്തെ ആളിന് കുഴപ്പമുണ്ടായിരുന്നു. ഈ ചേട്ടനും ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഇറച്ചി വെട്ടി കൊണ്ടുവന്നപ്പോഴാണ് ഈ ശബ്ദം കേട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കിയപ്പോൾ ഇതേമാതിരി ഇവിടെ സംഭവിച്ചു. ഇവിടെ കിടക്കുന്നത് ഇത് തൊട്ട് മുമ്പ് മാത്രമേ വീണിട്ടുണ്ടാകത്തുള്ളൂ. അല്ല, ഇതിപ്പോൾ അവരെ പുറത്തുകൂടെയാണ് സംഭവം വിടുന്നതെന്നാണ് തോന്നുന്നത്. അതാണ് ഒരു ശബ്ദവും കൂടെ കേട്ടത്. വണ്ടിയിൽ നമ്മൾ ഇറച്ചി വെട്ടി കൊണ്ടുവന്ന ഭയങ്കര ശബ്ദം കേൾക്കണം. അങ്ങനെയാണ് നമ്മൾ വന്നപ്പോൾ ഈ തടികളും കറണ്ടും കിടക്കുന്നു, ആളും ഇതിൻ്റെ അടിയിൽ. അല്ല, ഇത് പിന്നെ വന്നപ്പോഴേ പൊട്ടി വീഴുന്ന വന്ന് കയറിയതല്ല. അങ്ങനെ കയറിയതല്ല. ഇതിപ്പോൾ ഒരു ഭയങ്കര ശബ്ദമാണ് കേട്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ വിറവൊടിഞ്ഞ് വീണ ശബ്ദമാണ് കേട്ടത്. വിറവും പോസ്റ്റും കൂടെ വീഴുന്നത്. ഒരു കാരണവശാലും പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കൂല. കാരണം കറണ്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒട്ടിയിരിക്കുന്നത്. നമ്മൾ എത്രയെങ്കിലും പിടിച്ചിട്ടും ഇത് അനങ്ങുന്നില്ല. സുജയ, ഈ കാണുന്ന മരക്കൊമ്പാണ്. ഈ കാണുന്ന മരക്കൊമ്പ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീഴുകയും പോസ്റ്റ് ഒടിഞ്ഞ് റോഡിൽ കിടക്കുകയും ഇവർ വരുന്ന രക്ഷാപ്രവർത്തനത്തിന് ഇവരെത്തുന്ന സമയത്ത് ഇതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തി തന്നെ കിടക്കുകയായിരുന്നു. അതായത് ഇതിനകത്ത് വൈദ്യുതി ആ സമയത്ത് ഉണ്ടായിരുന്നു. KSEBയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. 19 വയസ്സുള്ള ഒരു ആൾക്ക് ഈ അപകടം ഉണ്ടായിരിക്കുകയാണ്. കാറ്ററിംഗ് ജോലിക്ക് പോയതാണ്. അത് കഴിഞ്ഞ്
പുലർച്ചെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ആ ബൈക്കടക്കം ആ കമ്പിയിൽ തട്ടിക്കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ഈ കമ്പി ഇങ്ങനെ കൃത്യമായി പതിച്ചത് അത് ഈ അപകടം ഉണ്ടാകുന്ന വേളയിലാണോ, എപ്പോൾ അതോ അതിന് മുമ്പായിരുന്നോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇതാരെങ്കിലും ആദ്യം എത്തിയ ആളുകൾ അങ്ങനെ ആരെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നോ റഹീസ്? ഈ വൈദ്യുതി മരത്തിലേക്ക് കമ്പ് വീഴുകയും ഇലക്ട്രിക് ലൈനിലേക്ക് കമ്പ് വീഴുകയും ആ കമ്പ് വീണ ഉടൻ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് റോഡിലേക്ക് വീഴുകയും ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അക്ഷയും കൂട്ടുകാരും ബൈക്കിൽ വരികയും ചെയ്തത് എന്നതാണ് ഇവിടെ ആ സ്പോട്ടിൽ ആദ്യം ആ മിനിറ്റിൽ എത്തിയ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അടുത്ത കമ്പി നമ്മൾ ഈ വിഷ്വൽ എടുക്കുമ്പോൾ അതിന്റെ ക്രോസിൽ ഇതിൽ അക്ഷയ് കാറ്ററിംഗ് കഴിഞ്ഞ് വരികയായിരുന്നു. ഇവർ കൂട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചു വരികയായിരുന്നു. ഈ മരച്ചില്ല വീണു, പഴകിയ പോസ്റ്റ് ആയിരുന്നു എന്നതാണ് അത് കിടക്കുന്നത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാലപ്പഴക്കമുള്ള ഒരു പോസ്റ്റ്, അത് ഒരു മരക്കൊമ്പ് വീണപ്പോഴേക്കും അത് താഴേക്ക് പതിക്കുന്നു. ഈ മരം അപകടാവസ്ഥയിലാണ്. ഈ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴാം, പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ലൈനിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കമ്പുകളുണ്ട് എന്നതൊക്കെ നെടുമങ്ങാട് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സാധാരണഗതിയിൽ അവരങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മുറിച്ചു മാറ്റാനൊക്കെ നടപടി എടുക്കേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല. ആ പോസ്റ്റിന് കാലപ്പഴക്കമുണ്ട് എന്നത് അതിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. റഹീസ്, കുറച്ച് പഴകിയ പോസ്റ്റ് അല്ലേ, പഴയ രീതിയിലുള്ള ഒരു പോസ്റ്റായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. അതാണ് പഴകിയ രീതിയിലുള്ള ഒരു പോസ്റ്റാണ്. പോസ്റ്റ് വീണ സ്ഥലത്ത് ഇവിടെ തന്നെയായിരുന്നു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് കാണാം വളരെ ചെറിയ 2 കമ്പികൾ. മുറിഞ്ഞിട്ട് വർഷങ്ങളായി ആ കമ്പി മുറിഞ്ഞ് കിടന്നില്ല. അത് ഇലക്ട്രിസിറ്റി പിടിച്ച് കെട്ടിയിട്ടില്ല. അതിൻ്റെ സ്റ്റേ വർഷം എത്രയും നാളുകൊണ്ട് അത് ചെത്ത് മുറിഞ്ഞു പോയ കമ്പിയാണ്. അത് ഇതുവരെയും പിടിച്ച് കെട്ടിയില്ല. അപകടാവസ്ഥയിൽ നിന്നാണ്ട ഇതിൽ കമ്പിയൊന്നുമില്ല. ഇതിൽ നിന്ന് പിള്ളേരെല്ലാം വരുന്ന സ്ഥലമാണ്. പിന്നെ ഈ അപകടാവസ്ഥയിൽ ഒരുപാട് നാളുകൊണ്ട് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് KSB ഒന്ന് മുകളിൽ മാത്രം ചെറുതായിട്ട് വെട്ടിക്കളയും, താഴോട്ടുള്ള ഒന്നും നാട്ടുകാർ സ്ഥിരമായി പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മളിത് കണ്ട അപകടം മനസ്സിലാക്കി പറഞ്ഞതുമായിട്ട്. അപ്പം അവരത് കൈക്കൊണ്ടിട്ടില്ലേ. ഈ സ്റ്റേ കമ്പി കെട്ടിയിട്ടില്ല വലിച്ച്. ആ സ്റ്റേമ പൊട്ടിപ്പോയി, അതുകൊണ്ടാ പൊട്ടിക്കിടക്കില്ലേ, പൊട്ടിക്കിടക്കുണ്ട്. നേരത്തെ കെട്ടി വെച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അത് പൊട്ടി കെട്ടി വെച്ചിരിക്കുന്നു പോസ്റ്റിൽ, സ്റ്റേ ഇല്ലായിരുന്നു. അതായത് ആ മരം വീണത് മാത്രമല്ല റഹീസ്, അത് അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു, പൊട്ടി വീണ ലൈനായിരുന്നു. അതാണ് അപകടാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗം നാട്ടുകാർ പറയുന്ന ഇത് സ്റ്റേ കമ്പിയാണ്. ഇതെന്തായാലും പറ്റിയാലും അത് വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. പക്ഷേ അത് നേരത്തെ തന്നെ പൊട്ടി. ഇത് കണ്ടാൽ അറിയാം, ദ്രവിച്ചിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ പൊട്ടിപ്പോയി. ആ സ്റ്റേ കമ്പി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തരത്തിൽ റോഡിലേക്ക് ഈ പോസ്റ്റ് വീഴില്ലായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതൊരു കാര്യവുമാണ്. സാധാരണഗതിയിൽ സ്റ്റേ കമ്പി കൂടി കെട്ടിവെക്കുന്നത് കുറച്ചുകൂടി ആളുകൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഇതൊരു ചെറിയ റോഡ്, പാമ്പാടി എന്ന് പനയമുട്ടത്ത് പാമ്പാടി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്. ഇനി നമുക്ക് വൈഡ് വിഷ്വലിലേക്ക് മുകളിലേക്ക് പോയാൽ കാണാം ആ ഭാഗത്തൊക്കെ മരം. ആ മരത്തിൻ്റെ ആ സൈഡിലും ഇലക്ട്രിക് പോസ്റ്റുകൾ നിൽക്കുന്നുണ്ടോ? അതായത് ആ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് അല്ല വീണത്, അതിൻ്റെ ഇപ്പുറത്ത് നിന്ന പോസ്റ്റാണ് വീണത്. ആ സൈഡിൽ നിരവധി മൊത്തം മരങ്ങളാണ്. ആ മരങ്ങളുടെ സൈഡിൽ മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളുമാണ്. ഇവിടെ നാട്ടുകാർ സ്ഥിരമായി പരാതി പറയുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ ശിഖരങ്ങൾ വന്ന് അതാണ് ഈ മഴയ്ക്ക് മുൻപേ മഴക്കാലപൂർവ്വ ശുചീകരണം, അതുപോലെ തന്നെ ഈ വലിയ മഴക്കെടുതികൾ ഒഴിവാക്കുന്നതിന് ശിഖരങ്ങൾ കോതി ഒതുക്കുക, അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു അനാസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കണ്ടിട്ടൊന്നും പഠിക്കുന്നില്ല. കൊണ്ടോട്ടിയിലെ മരണം കണ്ടിട്ട് അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. ഇവിടെ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവിടെ നിന്നും ഒന്നും പഠിക്കുന്നില്ല. എല്ലായിടത്തും എല്ലാം പരിശോധിക്കാനായി ഉത്തരവിട്ടത് കൊണ്ട് കാര്യമില്ല. അത് നടപ്പാകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു പ്രാഥമിക മര്യാദയുണ്ട്. നമ്മൾ